അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ വാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ വാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നെഞ്ചത്ത് കരം വെച്ച് ഒന്നുകൂടി ഒന്ന് പാടാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം എത്ര വലുതാണ്. ഹല്ലേലൂയ. അത് വർണ്ണിപ്പാൻ പറ്റുമോ നമുക്ക്? ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ഹല്ലേലൂയ. വിടുതലിന്റെ സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. മരണത്തിൽ നിന്ന് വിടുവിച്ച സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ച കർത്താവിന്റെ സ്നേഹത്തിന്റെ സ്നേഹ പ്രേമ കാവ്യത്തെ നമ്മൾക്ക് ഒരുമിച്ച് പാടാനുണ്ടല്ലോ. ഹല്ലേലൂയ. പലരും നമ്മൾ സഖായിയെ പോലെ എവിടെയൊക്കെയോ അത്തിയിലകളുടെ ഇടയിൽ നിന്നിട്ട് ഒന്ന് അകലെ നിന്നൊക്കെ കണ്ടാ മതി, അത്രയൊക്കെ ഒന്ന് യേശുവിനെ ഒന്ന് കണ്ടാ മതി എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോ യേശുപ്പച്ചൻ വന്ന് നിന്നില്ലേ, മുകളിലേക്ക് നോക്കിയില്ലേ, സഖായി ഇറങ്ങി വാന്ന് പറഞ്ഞില്ലേ. അത് മാത്രമാണോ? ഇന്ന് നിന്റെ കൂടെ നിന്റെ വീട്ടിൽ എനിക്ക് വസിക്കണം. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. അവന്റെ സ്നേഹത്തിന്റെ ആഴം, അർഹതയില്ലാത്ത കൃപകളെ പകർന്ന ദൈവസ്നേഹത്തിന്റെ ആഴം, ഹല്ലേലൂയ. അർഹതയില്ലാത്ത ശുശ്രൂഷകളെ തന്ന ദൈവകൃപയുടെ ആഴം, ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് പാടാം. ദൈവത്തിൻ സ്നേഹത്തിന് ആഴമില്ല, വർണ്ണിപ്പാൻ നാവിനാൽ ആവതില്ലേ. കരങ്ങളെ ചേർത്തടിച്ച് അത് കൃപയാ, അത് കൃപ മാത്രമാ. ഹല്ലേലൂയ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാൻ നാവിനാൽ ആവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും തൻ കൃപയാ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാൻ നാവിനാൽ ആവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും തൻ കൃപയാൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. ഇന്നകളെ
വഴിദുഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താ നിന്ദകളേറിടും വേളകളിൽ വഴിദുഷിയേറിടും നാളുകളിൽ തളർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് ഹല്ലേലൂയ കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത് കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത് ഉറ്റവരേ വരും കൈവിടുമ്പോൾ കുട്ടിനവൻ എന്റെ കൂടെ വരും മരണത്തിൻ താഴ്വര ഉൾകിടുമ്പോൾ ആമേൻ തെല്ലും ഭയമേനിക്കേശുകില്ല ഉറ്റവരേ വരും കൈവിടുമ്പോൾ കുട്ടിനവൻ എന്റെ കൂടെ വരും മരണത്തിൻ താഴ്വര ഉൾകിടുമ്പോൾ തെല്ലും ഭയമേനിക്കേശുകില്ല കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത് കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത് ആയിരം ആയിരം നന്മകളാ പ്രാപിച്ച നാളുകൾ ഓടിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിടുമേ നാഥനവനെന്നും കൂടെയുണ്ട് ആയിരം ആയിരം നന്മകൾ പ്രാപിച്ച നാളുകൾ ഓടിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിടുമേ ആമേ നാഥനവനെന്നും കൂടെയുണ്ട് കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് ഹല്ലേലൂയ കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് ഹല്ലേലൂയ കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 നിത്യം പകർന്നൊരു ശക്തി ഇത് അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക അനുദിനം ആരാധിപ്പാൻ ഓ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ വിഷം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ തുറന്നിടുക നല്ല നീരുറവ ഞാൻ
ശോഭിക്കുവാൻ. ഓ ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാട്ടിടുമ്പോ ആമീൻ തുറന്നിടുക നീരുറവ ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ഹല്ലേലൂയ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുവാൻ പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലേ ശക്തിയാലേ കോട്ടകൾ തകർത്തിടുവാൻ. ഓ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലേ ശക്തിയാലേ കോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ഹല്ലേലൂയ. അന്ധകാര ശക്തികളെ ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അഭിഷേകം വ്യാപരിക്കുന്നവർ കരങ്ങളെ തട്ടി ശക്തിയോട് രോഗശക്തികളുടെ മേൽ അഭിഷേകം. ഓ ദുഷ്ടപ്പോരുകളുടെ മേൽ അഭിഷേകം എന്ന് മകൻ വ്യാപരിക്കട്ടെ. ഉയർന്നു നിൽക്കുന്ന വൻമലകളുടെ മേൽ അഭിഷേകം ഇറങ്ങട്ടെ. അഭിഷേകം അതിനെ തകർക്കട്ടെ. മകൻ ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരുമിച്ച് നമുക്കായി കാൽവറിയുടെ ഗിരിയിൽ പ്രേമകാവ്യം എഴുതിയ നമ്മുടെ പ്രാണപ്രിയനെ ഒന്നുകൂടി ഒന്ന് ഉയർത്തി ഹാലേലൂയ 4 വരി നമുക്കിങ്ങനെ പാടാം. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ ഇന്ന് പകൽ ആ കൃപയൊന്ന് അടിയനിലേക്ക് ഒഴുകണേ. ആ രക്തത്തിന്റെ ശക്തി ഒന്ന് അടിയനിലേക്ക് ഒഴുകണമേ. ഒരുമിച്ച് ചേർന്ന് പാടാം. Praise God.
യാതൊന്നുമില്ലല്ലോ പ്രാണനാഥ ദൈവസ്നേഹം ഒന്നേയൻ പ്രശംസയേ എന്റെ ആനന്ദമേ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന സ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ സ്നേഹസാഗരമാ ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന സ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ സ്നേഹസാഗരമാ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ നിമിഷ കണ്ണുകൾ അടയ്ക്കാവോ അപ്പാ ആ ക്രൂശിലെ സ്നേഹത്തിനായി നന്ദി അങ്ങയുടെ ചുടുചോരയ്ക്കായി നന്ദി അപ്പ അങ്ങ് ക്ഷമിച്ചതുപോലെ അങ്ങ് സ്നേഹിച്ചതുപോലെ ഞങ്ങളായി തീരാൻ കൃപ നൽകണേ മഹത്വപ്പച്ചന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Over to Pastor. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനശുശ്രൂഷ അതിൽ ഭാഗവാക്കാവുവാൻ ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമ്മെ ഈ പ്രഭാതത്തിൽ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്നു, ആയതുകൊണ്ട് നാമും ജീവിക്കുന്നു. പ്രൈസ് ഗോഡ്. വചനപ്രകാരം 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്ന് അരുളി ചെയ്ത വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നമുക്ക് ഉള്ളതുപോലെ അനുഭവിപ്പാൻ ഇടയാകേണ്ടതിന് ദൈവരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഈ ബൈബിൾ സ്റ്റഡി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ദൈവജനത്തിൽ നാം പ്രകാരം വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ദൈവജനത്തിൻ്റെ ശ്രേഷ്ഠത, ദൈവജനത്തിൻ്റെ ആവശ്യകത, ദൈവജനത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കിയതായ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ അവന് മാറ്റിക്കൂടാ ഒരിക്കൽ പോലും. ദൈവവചനപ്രകാരം വചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായും ആത്മീയ വളർച്ച നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ്റെ ഗുണവിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നടക്കുന്നതായ ഈ വചന ശുശ്രൂഷ, ഈ ബൈബിൾ സ്റ്റഡി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇടയാകണം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ
ആ ലേഖനത്തിലും ഇത് വളരെ വ്യക്തമായി തിമോത്തിയോസിന്, നിജപുത്രനായ തിമോത്തിയോസിനോട് പ്രകാരം പറയുകയാണ്. തിമോത്തിയോസേ, നീ ദൈവത്തിൻ്റെ മനുഷ്യൻ, സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകണം. അതുപോലെ തന്നെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കാൻ ശ്രമിക്കണം. അപ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം, അത് കേൾക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു നിലനിൽപ്പുള്ളൂ ക്രിസ്തീയ ജീവിതത്തിൽ. ഇന്ന് പകലിൽ നമുക്ക് ദൈവസേനയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം എനിക്ക് കേൾക്കണം, അതെനിക്ക് പഠിക്കണം. പ്രൈസിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കുര്യച്ചൻ നമ്മുടെ മധ്യത്തിലുണ്ട്. നിശ്ചയമായിട്ടും അനേക വർഷങ്ങളായി ബൈബിൾ ടീച്ചറായിട്ടും ദൈവത്തിൻ്റെ വചന ശുശ്രൂഷകനായിട്ടും സഭാ ശുശ്രൂഷകനായിട്ടും ഒക്കെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കും. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പാസ്റ്റർ കുര്യച്ചൻ, പ്ലീസ്. പ്രൈസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യതര നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ മനോഹരമായ ദിവസം വീണ്ടും നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് കൂടി വന്ന് കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, ദൈവവചനത്തിൻ്റെ ശക്തി ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതിനാൽ ഞാൻ വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും മാനവും അർഹപ്പെട്ട കുഞ്ഞാടിന് അവിടുന്ന് അർപ്പിക്കുകയാണ്. ഈ PCICയുടെ ഈ കാനഡ ആഗമനമായി ഉള്ളതായ ദൈവ മക്കൾ ഒരുമിച്ച് കൂടി വരുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ ഈ രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആയിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടതായ ദൈവവചനത്തിൻ്റെ ചിന്തകൾ, ധ്യാനങ്ങൾ വീണ്ടും നമ്മെ ശക്തമായി ആത്മീകമായി ഉണർത്തുവാൻ, ചൈതന്യപ്പെടുത്തുവാൻ, കർത്താവിൽ ശക്തമായി നിലനിന്ന് പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെല്ലാവരെ സഹായിക്കുമാറാകട്ടെ. ഈ രാവിലെ സമയം ഇവിടെ ആയിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ശ്രേഷ്ഠ ഭൃത്യന്മാർക്ക്, അതുപോലെ തന്നെ എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാർക്ക്, മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച കോയർ ടീമിന് എല്ലാം സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ സമയം ഇവിടെ നിൽക്കുമ്പോൾ കാനഡയിലുള്ള ആഗമനമുള്ള ദൈവമക്കളെ കണക്ട് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് വിഷനും ദർശനവും കൊടുത്തതായ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കോൺഫറൻസിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ വിൽസൺ കടപ്പിലിനെ ഓർത്ത്, അദ്ദേഹത്തോടുകൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാരംഭ ദിവസം കേട്ടതുപോലെ പാസ്റ്റർ ഫിന്നി ഓർപ്പിച്ചതുപോലെ ദൈവം തൻ്റെ ഹൃദയത്തിൽ കൊടുത്തതായ ഒരു ചെറിയ ദർശനം, ആ ദർശനം എത്രമാത്രം വളരുവാൻ തക്കവണ്ണം തന്നോടുകൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച എല്ലാ നാഷണൽ ലീഡേഴ്സിനെയും അതിനുവേണ്ടി പ്രവർത്തിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ രാജ്യത്തിൻ്റെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന്, പട്ടണങ്ങളിൽ നിന്ന്, സഭകളിൽ നിന്ന് അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ ഒരുമിച്ച് ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നല്ലോ. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലത്തെ മീറ്റിംഗ് ലീഡ് ചെയ്ത പ്രിയ എൽദോ പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പട്ടണത്തിൽ കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിക്കുവാൻ ദൈവം അവസരങ്ങളെ തരുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. എന്നോടൊരുമിച്ച് ഈ പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവഭൃത്യന്മാരെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. എല്ലാവരെയും കാണുന്നത് സന്തോഷം, പങ്കിടുന്നത് ആനന്ദമാണല്ലോ. ഹല്ലേലൂയ. തുടർന്ന് പ്രാർത്ഥനയോടെ അല്പസമയം നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഒരുമിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തെ ആധാരമാക്കിയുള്ള
ദൈവവചന ചിന്തകളാണല്ലോ ഈ ദിവസങ്ങളിൽ ശക്തമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിലെ വചനത്തിൻ്റെ കേൾവി നമ്മെ രൂപാന്തരപ്പെടുത്തും, വ്യത്യാസപ്പെടുത്തും. ശക്തമായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് അതേ അധ്യായത്തിലെ അവസാനത്തെ ഒരു വാക്യത്തെ ആധാരമാക്കിയാണ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നാം ഇപ്രകാരമാണ് കാണുന്നത്. അതിന് അവൻ, ഇവർ സർവഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. ആ ഒരു പ്രത്യേക പദപ്രയോഗം ഒന്ന് ശ്രദ്ധിച്ചാട്ട് ദൈവത്തിൻ്റെ ആലോചന സക്കറിയ പ്രവാചകൻ മുഖാന്തരം സെരുബ്ബാബേലിനെ കുറിച്ചുള്ളതായ ആലോചന തന്നെ അറിയിക്കുമ്പോൾ ആ ദൈവികമായ ദർശനം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മുൻപോട്ട് പോകുന്ന സമയത്ത് ദർശനത്തിൽ താൻ കാണുന്ന ആ ദർശനത്തിൻ്റെ അവസാന ഭാഗം പറയുകയാണ്. അതിന് ഇവർ സർവഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ ആകുന്നു. 2 അഭിഷിക്തന്മാർ ആകുന്നു. അതിനോട് ചേർന്ന് 1 യോഹന്നാന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 20-27 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. 1 John chapter 2 verse 20 and 27. അവിടെ നാം ഇപ്രകാരമാണ് കാണുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ ദൈവികമായ ആലോചന ദൈവസഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നൊരു പരാമർശമുണ്ട്. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. ബട്ട് യു ഹാവ് an anointing from the Holy One. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ളതായ ഈ 2 പദപ്രയോഗങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചാട്ട് സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുകയാണ്. ഇവർ 2 അഭിഷിക്തന്മാരാകുന്നു എന്ന്. 2 വ്യക്തികളെ നോക്കി ദൈവത്തിൻ്റെ ആലോചന പറയുമ്പോൾ പുതിയ നിയമ ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന യോഹന്നാനിൽ കൂടെ ദൈവസഭയോട് പറയുകയാണ്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. The anointing that is from the Holy Spirit is abiding you and it is in you. It is a confidence and assurance for every child of God. There is an anointing from the Holy Spirit. ഇന്ന് രാത്രി എന്താണ് അഭിഷേകം? എന്താണ് അഭിഷിക്തന്മാർ? ദൈവവചനത്തിൻ്റെ ധ്യാനം നമ്മെ ആഴമായി ദൈവിക ദർശനങ്ങളിലേക്ക് ഈ രാവിലെ കാലം നയിക്കുവാൻ വേണ്ടി ഇടയായി തീരുമാറാകട്ടെ. നമുക്കറിയാം 4-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് അവിടെ ഉള്ളതായ ഒരു പ്രത്യേകമായ ആ വെളിപ്പാടിൻ്റെ ഭാഗമായി 3-ാമത്തെ വാക്യം നാം അവിടെ പ്രകാരം കാണുന്ന 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുഴലിൻ്റെ വലതുഭാഗത്ത് ഒന്നും ഇടതുഭാഗത്ത് ഒന്നും ഇങ്ങനെ 2 ഒലിവ് മരം എന്ന് നാം അവിടെ കാണുന്നുണ്ട്. അവിടെ കാണുന്നതായ ദർശനത്തിൻ്റെ ഭാഗമായി നിലവിളക്കിൻ്റെ 2 ഭാഗത്തുമായി കാണുന്ന 2 ഒലിവ് വൃക്ഷങ്ങൾ. ആ ഒലിവ് വൃക്ഷങ്ങൾ എന്താണെന്നുള്ള വ്യാഖ്യാനമാണ് ആ അധ്യായത്തിൻ്റെ അവസാനം പറയുന്നത്. ഈ 2 ഒലിവ് വൃക്ഷങ്ങൾ അവർ 2 അഭിഷിക്തന്മാരാണ് എന്ന് അവിടെ കാണുകയാണ്. ഈ 2 ഒലിവ് വൃക്ഷത്തെ അഭിഷിക്തന്മാരെ ഇന്ന് രാവിലെ കാലം ഒന്ന് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. 8 പ്രധാന ദർശനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നയിക്കുമ്പോൾ അതിൻ്റെ 5-ാമത്തെ ദർശനത്തിലാണ് നമ്മുടെ പ്രധാന തീമായിരിക്കുന്ന ആലോചന ഉള്ളതും ഇന്ന് രാവിലെ നിങ്ങളുമായി സംസാരിക്കുന്ന വചനത്തിൻ്റെ ഭാഗം അവിടെ ഉള്ളതും. ഇവിടെ നാം കാണുന്നത് ഈ 2 അഭിഷിക്തന്മാർ. അവരെ കുറിച്ച് പറയാണ് അവർ 2 ഒലിവ് വൃക്ഷമാണ്. ആരെക്കുറിച്ചാണ് പ്രാരംഭമായിട്ട് പറയുന്നത്? നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഒന്ന് സെരുബ്ബാബേലിനെ കുറിച്ചുള്ളതായ ദർശനമാണ്. 2 പുരോഹിതനായ യോശുവയെ കുറിച്ചുള്ളതായ ദർശനമാണ്. ഒന്ന് യോശുവ, മറ്റൊന്ന് സെരുബ്ബാബേൽ. ഒന്ന് പുരോഹിതനാണ്, മറ്റൊന്ന് ഗവർണർ
പാർട്ട്ണറാണ്. രണ്ടുപേരും ചെയ്യുന്ന ദൗത്യം രണ്ട് വ്യത്യസ്ത നിലകളിലാണ്, രണ്ട് ഡിഫറെൻ്റ് തലങ്ങളിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കുക, ഈ രണ്ട് വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരാൾ കംപ്ലീറ്റ്ലി പ്യൂർലി സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. രണ്ടാമത് കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ആസ്പെക്ട് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇവരെ രണ്ടുപേരെയും ഒരുപോലെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ഇവർ രണ്ടുപേരും അഭിഷിക്തന്മാരാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് രാവിലെ കാലം ഞാൻ ദൈവവചനം നിങ്ങളോട് പറയുന്നത്. ഒന്ന് ആലയത്തിൻ്റെ അകത്ത് ശുശ്രൂഷിക്കുന്ന അഭിഷേകം, മറ്റൊന്ന് ആലയത്തിന് വെളിയിൽ ആലയം പണിയുവാൻ വേണ്ടി ഉള്ളതായ അഭിഷേകം. ഇവിടെയാണ് ഈ രാവിലെ കാലം ദൈവസന്നിധാനത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഉറപ്പായി പറയുവാൻ വേണ്ടി കഴിയുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം എന്നിൽ വസിക്കുന്നു. എത്ര പേർക്ക് രാവിലെ കാലം പറയുവാൻ വേണ്ടി കഴിയോ? എന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്, അവനാൽ പ്രാപിച്ച അഭിഷേകം എന്നിൽ വസിക്കുന്നു. ഒരു ഭാഗത്ത് പുരോഹിതന്റെ അഭിഷേകം, മറുഭാഗത്ത് അഡ്മിനിസ്ട്രേറ്ററായി ഗവർണറായിട്ടുള്ള അഭിഷേകം. ഇവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറയുകയാണ്, രണ്ടുപേരും അഭിഷിക്തരാണ്, രണ്ടുപേരും ദൈവത്താൽ നിയോഗിതരാണ്. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം അവിടെ മനസ്സിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞ ആ വേദവചനമാണല്ലോ, നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു. അവനാൽ നിന്ന് പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുവാൻ വേണ്ടി ഇടയായി തീരുന്നുണ്ട്. കൊരിന്ത്യ ലേഖനം 12-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് ഇത് നമ്മളെ മനസ്സിലാക്കുവാൻ വളരെ ലളിതമായി ഒരു ശരീരത്തിൻ്റെ ഉപമ പൗലോസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. നോക്കിയാട്ട് അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ പ്രധാനമായി വായിക്കുമ്പോൾ, എന്നാൽ അതിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. ഈ രാവിലെ കാലം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങൾ ഫലമേൽപ്പിക്കപ്പെട്ടവർ, വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവർ, വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്താൽ ആക്കി വെക്കപ്പെട്ടതായ ഒരു സമൂഹത്തെക്കുറിച്ചാണ് അവിടെ നാം കാണുവാൻ വേണ്ടി ഇടയായി തീരുന്നത്. മുൻപോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരമാകുന്നത് പോലെ ക്രിസ്തുവും ആകുന്നു. അതിൻ്റെ 27-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വേറെ അവയവങ്ങളും ആകുന്നു. ദൈവസഭയെ ഒരു ശരീരത്തോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് പൗലോസ് അവിടെ പറയുകയാണ്, തലയാകുന്ന ക്രിസ്തുവിൽ നിന്ന് ആരംഭിക്കുന്ന ശരീരത്തിൻ്റെ ഓരോ വ്യത്യസ്ത അവയവങ്ങളായി ദൈവസഭയെ പൗലോസ് അവിടെ പരിചയപ്പെടുത്തുകയാണ്. അവിടെ ചെവിയുണ്ട്, അവിടെ കണ്ണുണ്ട്, അവിടെ മൂക്കുണ്ട്, അവിടെ കൈയുണ്ട്, കാലുണ്ട്. അതിനെ ഒന്നിനെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതാത് സ്ഥലത്ത് കൃത്യമായി പ്ലേസ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാലും കൂട്ടി വലിച്ചൊരു ചാക്കിൻ്റെ അകത്ത് കെട്ടി എന്തേലും ആകുവാൻ വേണ്ടി വെച്ചതല്ല. ദൈവസഭ എന്തായിരിക്കണമെന്നും ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നും മുന്നമേ അറിഞ്ഞ ദൈവം തമ്പുരാൻ ദൈവത്തിൻ്റെ ജനത്തെ അതാത് സ്ഥലങ്ങളിൽ, അതാത് പട്ടണങ്ങളിൽ, അതാത് ദൈവസഭകളിൽ, നിങ്ങൾ പാർക്കുന്ന ആ വില്ലേജിൽ ദൈവസഭയുടെ പ്രവൃത്തിക്ക് വേണ്ടി കൃത്യസ്ഥലത്താണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ കാലം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ദൈവമേ, എൻ്റെ അഭിഷേകം എന്തിനു വേണ്ടിയുള്ളതാണ്? എന്നെ വിളിച്ചിരിക്കുന്ന ആ വിളി എന്താണ്? എന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ദർശനം എന്താണ്? ഈ രാവിലെ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, എന്നിലുള്ള അഭിഷേകം എന്തിനു വേണ്ടിയുള്ളതാണ്? അതൊരു അപ്പോസ്തലന്റെ ശുശ്രൂഷയാണോ? അല്ല പ്രവാചകന്റെ ശുശ്രൂഷയാണോ? അല്ല വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ശുശ്രൂഷയാണോ? അല്ല സിസ്റ്റം കോർഡിനേറ്റ് ചെയ്യുന്നതാണോ? അല്ല മീഡിയയുടെ ശുശ്രൂഷയാണോ? അല്ല മാനേജ്മെന്റിന്റെ ആണോ? ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്ന ശുശ്രൂഷയാണ് ദൈവസഭയുടെ കംപ്ലീറ്റ് പ്രവർത്തനമായി തീരുന്നത്.
കേവലം ഒരു വ്യക്തിയെ കൊണ്ട് തീരുന്നതല്ല ദൈവസഭയുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ അവയവങ്ങളും ഒരുപോലെ സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി സമ്പൂർണ്ണമായി തീരുകയാണ്. ഇന്ന് രാവിലെ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ദൈവ ശരീരത്തിൻ്റെ ഏത് അവയവമാണ് ഞാൻ? എന്നിലൂടെയുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ടല്ലേ 2 പത്രോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു. കാണപ്പാടം പഠിച്ചിട്ടുള്ള ഒരു വാക്യമാ. എന്താണ്? അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഈ കോൺഫറൻസിൻ്റെ വളരെ പ്രധാനമായ ഒരു ഉദ്ദേശം, ഇതുവരെയും എന്നിലുള്ള അഭിഷേകം അതെന്തിനു വേണ്ടിയാണ്? അതിതുവരെയും മനസ്സിലാക്കി കഴിഞ്ഞില്ലെങ്കിൽ ദൈവാത്മാവ് പറയാണ്, അവൻ്റെ അഭിഷേകം നിന്നിലുണ്ട്. പക്ഷെ ഇതുവരെയും തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ രാവിലെ കാലം ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, അവിടുത്തെ ശരീരമാകുന്ന സഭയിൽ എന്നെ എന്തിനു വേണ്ടിയാണ് ആക്കിയിരിക്കുന്നത്? സ്വരൂപാബേല് ആലയം പണിയുവാനുള്ള അഭിഷേകം. എന്നാൽ യോശുവ അവൻ ആലയത്തിൻ്റെ അകത്ത് ശുശ്രൂഷിക്കുവാനുള്ള അഭിഷേകം. ഇവിടെ ഇരിക്കുന്ന ആർക്കും അഭിഷേകമില്ലാതില്ല. പക്ഷെ എന്തിനു വേണ്ടിയുള്ള അഭിഷേകമാണ് ദൈവം എൻ്റെ മേൽ അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്നത്? ഇതേ അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ഒരു പുരോഹിതൻ, മറുഭാഗത്ത് ഒരു ഗവർണർ. എന്നാൽ നാം ഒന്നുകൂടെ കാണുന്നുണ്ട് ആലോചന അറിയിക്കുന്ന പ്രവാചകനായ സെക്കര്യാവ്. സെക്കര്യാവ്, നിന്റെ മേലുള്ള അഭിഷേകം എന്തിനു വേണ്ടിയാണ്? ആലയത്തിൻ്റെ അകത്തുള്ള ശുശ്രൂഷയാണോ? ബിൽഡിംഗ് പണിയുവാനുള്ള ശുശ്രൂഷയാണോ? അല്ല, ഇവരെ എൻകറേജ് ചെയ്യുവാൻ ദൈവ വെളിപ്പാട് കൊടുക്കുന്ന അഭിഷേകമാണ് ദൈവം എൻ്റെ മേൽ തന്നിരിക്കുന്നത്. നമ്മുടെ മേലുള്ളതായ അഭിഷേകത്തിനായി അല്പസമയം സ്തോത്രം ചെയ്യാം. നമ്മളുടെ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞവർ അല്പസമയം കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഞാൻ ദൈവത്തിൻ്റെ സഭയുടെ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അവൻ്റെ അഭിഷേകം എന്നിൽ വസിക്കുന്നു. ഞാൻ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് ഉറപ്പുള്ളവരെല്ലാം കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറയാ, അവൻ്റെ അഭിഷേകം എന്നിൽ വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറയാ, അവൻ്റെ അഭിഷേകം എന്നിൽ വസിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ 4-ാമത്തെ അധ്യായത്തിൽ ഒരു നിലവിളക്കിൻ്റെയും അതിൻ്റെ 2 ഭാഗത്ത് നിൽക്കുന്ന ഒലിവ് മരത്തെയും നാം കാണുകയാണ്. ഈ ഒലിവ് മരത്തെ കണ്ടുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ എന്ന് അവിടെ കാണുന്നത്. പക്ഷേ ഈ അഭിഷിക്തന്മാരുടെ ദൗത്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് ദൈവം അവർക്ക് ഈ അഭിഷേകം കൊടുത്തിരിക്കുന്നത്? നാം കാണുന്ന ആ ദർശനത്തിൽ ഈ ഒലിവ് മരത്തിൽ നിന്ന് ഒരു കുടത്തിലേക്ക് ഒഴുകുന്ന ഒരു പൈപ്പിൻ്റെ ദർശനം അവിടെയുണ്ട്. ആ കുടത്തിൽ നിന്ന് 7 പൈപ്പുകളിലൂടെ ദൈവത്തിൻ്റെ ആ ശക്തിയാകുന്ന ആ എണ്ണ, ഒലിവ് ഓയിൽ, അത് വിളക്കുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ 7 വിളക്കുകളിൽ നിന്ന് ദീപം അതിശക്തമായി അവിടുന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിഷേകമുള്ളത് ഈ ഒലിവ് മരത്തിനാണ്. അഭിഷേകമുള്ളത് ഈ അഭിഷിക്തന്മാർക്കാണ്. അവർ 2 സൈഡിൽ മാറി നിൽക്കുകയാണ്. ഈ നിലവിളക്കിൻ്റെ 2 ഭാഗത്തായിട്ട് അവിടെ നിൽക്കുകയാണ്. എന്നാൽ അവരിലുള്ള അഭിഷേകം എന്താണ് ചെയ്യുന്നത്? അത് ഒഴുകുവാൻ വേണ്ടി തുടങ്ങി. അത് അവരിൽ നിന്ന് പുറപ്പെടുവാൻ വേണ്ടി തുടങ്ങി. അത് മുകളിലുള്ള കുടത്തിലേക്ക് ഒഴുകിയാണ്. അതിൽ നിന്ന് ദീപത്തിലേക്ക് ഒഴുകിയാണ്. ദീപം അവിടുന്ന് ശക്തിയോടെ കത്തുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ ഒരു ആലോചന അറിയിക്കട്ടെ. ദൈവം അഭിഷേകം തന്നത് സ്റ്റാഗ്നന്റ് ആയിട്ടിരിക്കുവാനല്ല, കെട്ടപ്പെട്ട അനുഭവത്തിലായിരിക്കുവാനല്ല, ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുവാനല്ല. നിന്റെ മേൽ പകർന്ന അഭിഷേകം അതൊഴുകുവാൻ വേണ്ടിയാണ്. അതൊഴുകുവാൻ വേണ്ടിയാണ് അഭിഷേകം. അതൊഴുകുവാൻ വേണ്ടിയാണ്. നിന്നെ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാഗ്നന്റ് ലൈഫിന് വേണ്ടിയല്ല വിളിച്ചിരിക്കുന്നത്. നമ്മുടെ അഭിഷേകം അടുത്ത ലെവലിലേക്ക്, അടുത്ത വ്യക്തിയിലേക്ക്, അടുത്ത പട്ടണത്തിലേക്ക്, അടുത്ത ദൈവ പ്രവർത്തനത്തിലേക്ക് ഒഴുകുവാൻ ദൈവം വിളിച്ചിരിക്കുകയാണ്. ഒരൊഴുക്കിനു വേണ്ടിയാണ് ദൈവം അഭിഷേകം തന്നിരിക്കുന്നത്.
എൻ്റെ പിതാവിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞങ്ങൾ പാലക്കാട് ചില നാളുകൾ താമസിച്ചിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിലൂടെ മനോഹരമായ ഒരു ഡാം ഒഴുകുന്നുണ്ട്. മലമ്പുഴ ഡാമിൻ്റെ ഭാഗമായിട്ട് ഒഴുകുന്ന മനോഹരമായ ആ ഒരു കനാല് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലൂടെയാണ് പോകുന്നത്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. പിള്ളേരായിരിക്കും ഞങ്ങൾക്ക് അതിൻ്റെ അത് നീന്താൻ, ഇടയ്ക്ക് പോയി മീൻ പിടിക്കാൻ, അതിൻ്റെ ചുറ്റുപാടുമുള്ള മനോഹരമായ ആ നെൽപ്പാടങ്ങൾ കാണുന്നത് തന്നെ വളരെ സന്തോഷകരമാണ്, ആനന്ദകരമാണ്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ആ മലമ്പുഴയിൽ നിന്ന് ഒഴുകുന്ന ആ വെള്ളം അത് അവിടെ തന്നെ നിൽക്കുവാൻ വേണ്ടിയല്ല ആ വെള്ളത്തെ ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ഉദ്ദേശം അത് ഒഴുകുവാൻ വേണ്ടിയാണ്. പല പട്ടണങ്ങളിലൂടെ, പല വില്ലേജുകളിലൂടെ, പല ഗ്രാമങ്ങളിലൂടെ അനേക വ്യക്തികളിലേക്ക് ഒഴുകുവാൻ തക്കവണ്ണം ഒരു വിശാലമായ ഒഴുക്കിന് വേണ്ടി ഇന്ന് രാവിലെ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. എത്ര പേർക്ക് അറിയുവാൻ വേണ്ടി കഴിയുന്നുണ്ട്? എന്നെ ദൈവം ഒഴുകുവാൻ വേണ്ടിയാണ് വിളിച്ചത്. എന്നിലുള്ള ശക്തി അടുത്ത വ്യക്തിയിലേക്ക് വ്യാപരിക്കുവാനാണ് വിളിച്ചത്. എൻ്റെ പ്രാർത്ഥനാ ജീവിതം അടുത്ത വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്യുവാനാണ്. എനിക്ക് തന്ന ദൈവകൃപ അടുത്ത വ്യക്തിക്ക് കൊടുക്കുവാനാണ്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ വിളിക്കുന്നത്. ഒഴുകുക, ഒഴുകുക, അടുത്ത വ്യക്തിയിലേക്ക് പോകുക. ദൈവരാജ്യത്തിൻ്റെ ഒഴുക്ക് എവിടെയാണോ ഈ രാവിലെ സ്റ്റാഗ്നന്റ് ആയിരിക്കുന്നത്, എവിടെയാണോ കഷ്ടപ്പെട്ടിരിക്കുന്നത്, എവിടെയാണോ നീ ബ്ലോക്കായി കിടക്കുന്നത്, ദൈവം പറയുന്ന അഭിഷിക്തനെ, നിന്നെ ഒഴുകുവാൻ നിന്നെ ദൈവം വിളിച്ചിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം. ദൈവം തൻ്റെ സഭയ്ക്ക് കൊടുത്ത പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു അവിടെ പറയുന്ന ഒരു വാക്യം നോക്കിയാട്ട്. നമുക്കെല്ലാവർക്കും മനപ്പാഠം അറിയാവുന്ന ഒരു വാക്യമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ, ഉച്ചത്തിൽ പറഞ്ഞാട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ നീരുറവുകൾ, ജീവജലത്തിൻ്റെ നീരുറവുകൾ, അത് ചെല്ലുന്നിടത്തെല്ലാം ജീവൻ കൊടുക്കുവാൻ, ചൈതന്യം കൊടുത്തുവാൻ, ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ കഴിയുന്ന ജീവജലത്തിൻ്റെ നദികൾ അതൊഴുകുവാൻ വേണ്ടി ഇടയായി തീരും. എന്തിനു വേണ്ടിയാണ് ദൈവം വിളിക്കുന്നത്? ഒരൊഴുക്കിന് വേണ്ടി, ഒരൊഴുക്കിന് വേണ്ടി, ഒരു പുറപ്പെടലിന് വേണ്ടി, അടുത്ത വ്യക്തിയിലേക്ക് വ്യാപരിക്കേണ്ടതിന് വേണ്ടി, കെട്ടിക്കിടക്കുവാൻ വേണ്ടിയല്ല. നമ്മിലൂടെ ചിലർ ജീവൻ പ്രാപിക്കുവാനിടയാകട്ടെ. ആമേൻ, ഹല്ലേലൂയ. 4 സുവിശേഷങ്ങളിലും എടുത്തു പറയുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയെ നാം കാണുന്നുണ്ട്. യേശുവിൻ്റെ മേൽ തൈലം പൂശിയതായ ആ സഹോദരിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം നാം പ്രകാരമാണ് കാണുന്നത്. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. അടുത്ത വാക്യം, തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് ആ വീട് നിറഞ്ഞു. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അതേ സംഭവത്തെക്കുറിച്ച് മർക്കോസ് പ്രകാരം പറയുകയാണ്. ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛജടമാംസി തൈലവുമായി വന്ന്, അടുത്ത വാക്യമാണ് പ്രധാനപ്പെട്ടത്, ഭരണി പൊട്ടിച്ച് അവൻ്റെ കാൽക്കൽ ഒഴിക്കുവാനിടയായി തീർന്നു. നമ്മിൽ ദൈവം തന്നിരിക്കുന്ന സൗരഭ്യമുണ്ടല്ലോ, ദൈവം നമ്മൾ തന്നിരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, അത് നാം നമുക്ക് വേണ്ടി സൂക്ഷിച്ച് ആർക്കും പ്രയോജനകരമില്ലാതെ പോകുവാനല്ല. എവിടെയാണോ നമ്മൾ ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുന്നത്,
എവിടെയാണ് അത് ബ്രേക്ക് ചെയ്യുവാൻ കഴിയുന്നത്? എവിടെയാണ് പൊട്ടിക്കുവാൻ തയ്യാറാകുന്നത്? എവിടെ നാം പൊട്ടിക്കുവാൻ വേണ്ടി തയ്യാറാകുമോ, എവിടെ നാം ഓപ്പൺ ആകുവാൻ തയ്യാറാകുമോ, സൗരഭ്യം മൊത്തം പരക്കുവാനിടയായി തീരും. ഇന്ന് രാവിലെ ഇവിടെ നമ്മുടെ മേൽ പകർന്ന അഭിഷേകം അടച്ചു വെക്കുവാനല്ല, അത് ബ്ലോക്ക് ചെയ്ത് നിർത്തുവാൻ വേണ്ടിയല്ല, അതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വിടാം. അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി ടു നെയിം ഓഫ് ജീസസ്. ആമേൻ, ഹല്ലേലൂയ. അവൻ നമ്മുടെ മേൽ തന്ന അഭിഷേകം അതനേകർക്ക് സൗരഭ്യവാസനയാകുവാൻ, ഒഴുകുവാൻ, ജീവൻ കൊടുക്കുവാൻ അവൻ നമ്മെ അവിടെ നിന്ന് വിളിച്ചിരിക്കുകയാണ്. 2 അഭിഷക്തന്മാർ, 2 ഒലിവ് വൃക്ഷം, അവരിൽ നിന്നൊഴുകുന്നതായ അഭിഷേകം ആലയത്തെ മൊത്തം പ്രകാശിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ അഭിഷേകം നമുക്ക് ഒഴുകുവാൻ വേണ്ടിയുള്ളതാണ്, പകരുവാൻ വേണ്ടി ഉള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ക്രിറ്റിസിസം കേൾക്കാത്തവരുണ്ടോ? നിങ്ങളെക്കുറിച്ച് ഇതുവരെ എല്ലാവരും നല്ലത് മാത്രമേ പറഞ്ഞിട്ടുണ്ടല്ലേ? ഹല്ലേലൂയ. നമ്മളാരെക്കുറിച്ചും ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. നല്ല കാര്യം. നമ്മൾ മലയാളി പെന്തക്കോസ്തുകാർ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ കുറേ ആത്മീയരായതുകൊണ്ടും നമ്മളങ്ങനെ ആരെക്കുറിച്ച് ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറയത്തില്ല. അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? പക്ഷേ യാഥാർത്ഥ്യം അതല്ല. അഭിഷേകം പ്രാപിച്ച എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വരുന്ന വളരെ ശക്തമായ ക്രിറ്റിസിസമുണ്ട്. ഈ 2 ഒലിവ് വൃക്ഷങ്ങളെ അവിടെ കാണിക്കുകയാണ്. ഒന്ന് യോശുവയാണ്. അതിൻ്റെ 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയാട്ട് ഒരഭിഷിക്തനെ കുറിച്ച് അവിടെ പറയുന്ന സ്റ്റേറ്റ്മെൻ്റാണ്. സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണിച്ചു തന്നു. എന്തുവായിരുന്നു യോശുവയുടെ കംപ്ലൈൻറ്റ്? അതിൻ്റെ 3-ാമത്തെ വാക്യം നാം കാണുന്നു. യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. നോക്കുക, പുരോഹിത ശുശ്രൂഷയാണ്, അഭിഷേകമുണ്ട്. എന്നാൽ അവൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ കണ്ടുപിടിക്കുവാൻ നിരന്തരം അവനെ ചുറ്റിപ്പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക ശക്തി എല്ലാ കാലത്തും വ്യാപരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ നല്ലത് ചെയ്താലും തിന്മ ചെയ്താലും എന്ത് ചെയ്താലും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മെക്കുറിച്ച് പറയുന്ന എല്ലാവിധമായ അഭിഖ്യാതികളോ അല്ല നമ്മെ നിരുത്സാഹപ്പെടുത്തുവാൻ, നമ്മളെ വേദനിപ്പിക്കുവാൻ, നമ്മുടെ എനർജി എടുത്ത് കളയുവാൻ, നമ്മുടെ തീഷ്ണത നശിപ്പിക്കുവാൻ, നമ്മെ മുൻപോട്ട് നടത്തിവിടുവാൻ സമ്മതിക്കാതെ ക്രിട്ടിസത്തിന്റെ വാക്കുകൾ കേട്ട് പലപ്പോഴും നാം പുറകോട്ട് വലിയുന്നവരാണ്. ഒന്നും ചെയ്താലും ക്രിട്ടിസൈസ് ചെയ്തും കോൺഫറൻസ് നടത്തിയാൽ പറയും എന്തിനാ നടത്തിയെന്ന് ചോദിക്കല്ലേ. പാട്ട് പാടിയാൽ ചോദിക്കും എന്തിനാ, എന്നാൽ നീ മുമ്പിൽ വന്നൊന്ന് പാട്. അത് പാടാനായിട്ട് അറിയത്തില്ല. പക്ഷേ ഒരു കാര്യത്തിന് എക്സ്പെർട്ട് എന്തിനാ മാറി നിന്ന് ക്രിറ്റിസിസം ചെയ്യാൻ വളരെ മിടുക്കരാണ്. യോശുവ ചെയ്യുന്ന വളരെ വിലപ്പെട്ട ആ ദൗത്യം, ആ ദൗത്യത്തിൻ്റെ മുമ്പിൽ അവൻ്റെ കുറ്റം കണ്ടുപിടിക്കുവാൻ വേണ്ടി ഒരു ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് പോലും നോക്കുന്ന ഒരു ലോകത്തെയാണ് നാം അവിടെ കാണുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ പ്രാരംഭമായി ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, നമ്മുടെ മേൽ ദൈവം ഒരു അഭിഷേകം പകർന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ആ എനർജി എടുത്ത് കളയുന്ന, നിന്റെ ഉത്സാഹം നശിപ്പിക്കുന്ന, തീഷ്ണത നശിപ്പിക്കുന്ന, എന്തെങ്കിലും ചെയ്യുവാനുള്ള താല്പര്യം നശിപ്പിക്കുന്ന ക്രിട്ടിസത്തിൻ്റെ വാക്കുകൾ എല്ലാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കും. ആ ക്രിറ്റിസിസം കേൾക്കുവാൻ വേണ്ടി നാം തയ്യാറായെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകുവാൻ വേണ്ടി ഇടയായി തീരത്തുള്ളൂ. ഞാൻ കേരളത്തിലുള്ള സമയത്ത് അവിടെ കേട്ടതായ ഒരു ഉദാഹരണം ഓർക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഭാഷന്മാരെല്ലാം പല പ്രാവശ്യം പറഞ്ഞതായിരിക്കും. ഒരു ക്രിമിനൽ, ഒരു കള്ളൻ, അവൻ ആ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. അവൻ കയറി ചെന്നപ്പം വലത് കാല് വെച്ച് കയറിയപ്പം പോലീസുകാരൻ ഒരൊറ്റ അടി കൊടുത്തും ചോദിച്ച ചോദ്യം, നീ എന്താണ് ഇവിടെ കടക്കാൻ പോകുവാണോ വാഴാൻ പോകുവാണോ എന്നുള്ളത്.
അന്നേരം ആ ക്രിമിനൽ അടുത്ത പ്രാവശ്യം വന്നപ്പം പറഞ്ഞു, വലത്ത് കാലത്ത് വെച്ച് അടിച്ച് കയറി കഴിഞ്ഞാൽ തല്ല് കിട്ടുമെന്ന് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ എന്നാ ചെയ്യാം? അടുത്ത പ്രാവശ്യം വന്നപ്പം പുള്ളി ഇടത്ത് കാല് വെച്ച് കയറി. അന്നേരം കിട്ടി അടുത്ത അടി. പോലീസുകാരൻ ചോദിക്കുകയാണ്, നീ സ്റ്റേഷൻ നശിപ്പിക്കാൻ മുടിപ്പിക്കാൻ വന്നവനാണോ എന്ന്. മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് അറിയാം, ഇടത്ത് കാല് വെച്ച് കയറിയാലും അടി കിട്ടും, വലത് കാലം വെച്ച് കയറിയാലും അടി കിട്ടും. ഇവൻ അവിടെ നിന്ന് 2 കാലം കൊണ്ട് ചാടി അങ്ങ് കയറി. അന്നേരം പോലീസുകാരൻ അടുത്ത 2 അടി 2 ചവിട്ടത്തും കൊടുത്ത് ചോദിച്ചു, നീ ഇവിടെ സർക്കസ് കളിക്കാൻ വന്നതാണോ എന്ന്. ഇടത്ത് കാല് വെച്ചാലും അടി കിട്ടും, വലത് കാല് വെച്ചാലും അടി കിട്ടും. എന്നാ പറഞ്ഞാലും ഇവന്റെ തൊഴിലെന്ന് പറയുന്നത് ക്രിറ്റിസിസം ചെയ്യുക, കംപ്ലൈന്റ് ചെയ്യുക, എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കുക. അഭിഷിക്തന്മാരെ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിന്നെ കുറ്റം ചുമത്തുന്ന എന്ത് തന്നെയായിരുന്നാലോ അതിൻ്റെ മധ്യത്തിൽ എന്താണ് ദൈവത്തിന് പറയാനുള്ളത്? 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം നോക്കിയാട്ട് യോശുവ, പുരോഹിതനായ യോശുവയോട് ദൈവാത്മാവ് പറയുന്ന ആ റെസ്പോൺസ്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യും. ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ആഗമനം അനുവദിക്കുകയും ചെയ്യും. ആരെങ്കിലും ക്രിറ്റിസിസം കേട്ട് നിരാശപ്പെട്ട് ഇനി ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവമാവ് ശാന്തമായി ഓർപ്പിക്കുകയാണ്, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഈ നിൽക്കുന്നവരുടെ നിന്നെ നോക്കി കംപ്ലൈന്റ് പറയുന്ന, നിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, നിന്നെ തുറിച്ചു നോക്കുന്ന ഈ ലോകത്തിന്റെ മധ്യത്തിൽ നിനക്കൊരു പ്രവേശനമുണ്ട്, ഒരു പ്രവേശനമുണ്ട്. ഗീവപ്പ് ചെയ്യരുത്, പുറകോട്ട് മാറി നിൽക്കരുത്, പിന്മാറി പോകരുത്, ധൈര്യത്തോടെ പോകുക. അഭിഷേകം തന്നത് ദൈവമാണ്, നാം ചെയ്യുന്ന ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയാണ്. ആ ദൈവമാണ് പ്രൂവ് ചെയ്യുന്നത്. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണ്. ലോകത്തിന്റെ സാക്ഷ്യമല്ല, യേശുവിന്റെ സാക്ഷ്യമാണ് അവിടെ പ്രധാനമായിരിക്കുന്നത്. ആമേൻ. 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നാം കാണുകയാണ്. പല പ്രാവശ്യം വായിച്ചു കേട്ടതായ വേദവചനമാണല്ലോ. സെരുബാബേലിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ. മോശ ഇസ്രായേൽ ജനവുമായിട്ട് കനാൻ നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. അവർ ചെങ്കടൽ കടന്നു. ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നുപോയത്. അവർ കടന്നുപോയ വേദനകൾ ഒരുപാടായിരുന്നു. മിസ്രൈമിൽ അനുഭവിച്ച ദുരന്തങ്ങൾ ഒരുപാടാണ്. ചെങ്കടലിൻ്റെ മുമ്പിലും അനുഭവിച്ച ശോധന വളരെ വലുതാണ്. അവർ മരുഭൂമിയിലേക്ക് കയറി അടുത്ത 2 മാസത്തിനകം ഒരു വലിയ യുദ്ധത്തിൻ്റെ മുന്നിലാണ് അവർ വന്ന് നിൽക്കുന്നത്. ആരാണ് വരുന്നത്? രഫീദീമിൽ വെച്ച് അമാലേക്ക് അവരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി വന്നു. പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ നാം അവിടെ കാണുന്നുണ്ട്. അവർ തുടങ്ങിയതേ ഉള്ളൂ, യാത്ര തുടങ്ങിയതേ ഉള്ളൂ, ഒരു രാജ്യമായി പോകാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. ആ തുടക്കത്തിൽ തന്നെ അവരെ ഇല്ലാതെയാക്കുവാൻ തക്കവണ്ണം ഒരു രാജ്യം ഒറ്റയ്ക്കെതിരായിട്ട് അവർക്ക് വരികയാണ്. ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി വില കൊടുത്തിറങ്ങിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിന്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിങ്കൽ തന്നെ നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്നെ വേരോടെ പറിച്ചു കളയുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ അഭിഷേകം നിന്നിലുണ്ടെങ്കിൽ ആ മഹാപർവ്വതം ദൈവം അത് മാറ്റും. എന്താണ് സംഭവിച്ചത്? യോശുവ സമതലത്തിലേക്ക് യുദ്ധത്തിന് ഇറങ്ങിയാണ്. മോശ കുന്നിന്മേൽ കൈ ഉയർത്തി നിൽക്കുകയാണ്. അഹരോനുണ്ട്, ഹൂരുണ്ട്, അവർ മോശയുടെ കരങ്ങളെ പൊക്കുവാൻ അവിടെ ഒരുമിച്ച് നിൽക്കുകയാണ്. സമയം പോയത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറയട്ടെ, ഒരു മഹാപർവ്വതമായി അവിടെ നിൽക്കുന്ന, തുടക്കത്തിൽ തന്നെ തുടച്ചു മാറ്റുവാൻ ശ്രമിക്കുന്ന, ഇല്ലാതാക്കുവാൻ നോക്കുന്ന അമാലേക്കിന്റെ ശക്തികൾ, പക്ഷേ അത് കംപ്ലീറ്റ് അടിയറ
പറഞ്ഞ് ദൈവജനത്തിൻ്റെ വിജയമാണ് അവിടെ ഘോഷിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? കൈ ഉയർത്തി നിൽക്കുന്ന ഒരഭിഷിക്തനുണ്ടെങ്കിൽ അവനറിയാം അവൻ്റെ മേലുള്ള അഭിഷേകം താഴ്വരയിൽ യുദ്ധം ചെയ്യുവാനല്ല, കരമുയർത്തുവാൻ ദൈവത്തെങ്കിലേക്ക് നോക്കുവാനാണ്. മറ്റൊരകരോന് നന്നായിട്ടറിയാം, കാര്യം ജ്യേഷ്ഠനായിരിക്കാം, ഭൂരിപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനറിയാം എൻ്റെ മേലുള്ള അഭിഷേകം ഈ മോശയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. മെസ്സേജ് മനസ്സിലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ അഭിഷേകം എന്തിനു വേണ്ടിയുള്ളതാണ്? നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവകൃപ എന്തിനു വേണ്ടിയാണ്? ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? കരങ്ങളെ ഫലിച്ചതാക്കുവാനല്ല, താന്നവരെ ഒന്ന് ഉയർത്തുവാൻ, ബലഹീനരെ ധൈര്യപ്പെടുത്തുവാൻ, അശക്തരെ ശക്തീകരിക്കുവാൻ. നാം അവിടെ എഴുന്നേൽക്കുമ്പോൾ അവിടെയാണ് അന്ധകാരത്തിൻ്റെ ശക്തികൾ, അമാലേക്കിൻ്റെ ശക്തികൾ അവസാനിക്കുവാൻ ഇടയായി തീരുന്നത്. യെശയ്യാ പ്രവാചന പുസ്തകം 10-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് കുറച്ചുകൂടെ ക്ലിയർ. ആൻഡ് ദ യോക്ക് വിൽ ബി ഡിസ്ട്രോയ്ഡ് ബിക്കോസ് ഓഫ് ദ അനോയിന്റിംഗ് ഓയിൽ. മലയാളത്തിൽ വായിക്കുന്നു, പുഷ്ടി നിമിത്തം നുകം അത് തകർന്നു പോകും. എത്ര വലിയ പർവ്വതമാകട്ടെ, അമാലേക്കിൻ്റെ ശക്തി എന്ത് തന്നെ ആയിരിക്കട്ടെ, നിന്റെ മേലുള്ള അനോയിന്റിംഗ് ഉണ്ടല്ലോ, അതെല്ലാം അമാലേക്കിൻ്റെ ശക്തികളെയും തകർക്കുവാൻ ഉള്ളതാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കോൺഫറൻസിൽ ഈ ഹോളിൽ മിക്കവാറിയിരിക്കുന്നവരെല്ലാം പ്രായമുള്ളവരാണ്. പ്രായം എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം നോക്കിയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും തൊട്ടപ്പുറത്തൊരു റൂമുണ്ട്, VBS നടക്കുന്ന ഒരു റൂമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്നു. അവിടെ പിള്ളേരെല്ലാം വളരെ നന്നായിട്ട് ആ ഹോൾ മുഴുവൻ ഡെക്കറേറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനുള്ള മെറ്റീരിയൽ എല്ലാം തയ്യാറാക്കി വളരെ നല്ലൊരു VBS ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രായമുള്ള നാം കർത്താവിനെ ആരാധിച്ച് ഒരു ദർശനം ഏറ്റെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ അടുത്ത ഒരു തലമുറ അപ്പുറത്തെ ഒരു റൂമിൽ അവരൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നൊഴുകിയതായ ദർശനം അടുത്ത തലമുറയിലേക്ക് വ്യാപരിച്ച് അവരും ഈ വചനത്തിന് വേണ്ടി നിൽക്കുന്നതാണ് നാം കാണുന്നത്. ഹല്ലേലൂയ. ഈ പുസ്തകം വായിച്ചപ്പോൾ സെരുബാബേലിനോട് ദൈവത്തിന്റെ ആലോചന പറയാണ്, നീ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടോ, അവന്റെ കൈ തന്നെ അത് തീർക്കും. നമുക്ക് കേൾക്കാൻ സന്തോഷമല്ലേ? ഞാൻ തുടങ്ങിയത് ഞാൻ തന്നെ അവസാനിപ്പിക്കട്ടെ. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവമാവനോട് പറഞ്ഞ മറ്റൊരു ഭാഗമുണ്ട്. ആരാണ്? ശലോമോൻ. ശലോമോൻ ദേവാലയം പണിതു. ദേവാലയം പണിതിട്ട് ദേവാലയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നാം അത് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ശലോമോൻ ആലയം പണിത് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശലോമോൻ പറയാണ്, യഹോവ എൻ്റെ അപ്പനായ ദാവീദിനോട് എൻ്റെ നാമത്തിനൊരു ആലയം പണിയണമെന്ന് നിനക്ക് താല്പര്യമുണ്ടായല്ലോ. ഇങ്ങനെ താല്പര്യമുണ്ടായത് നല്ലത്. എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല, നിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉപയോഗിക്കുന്ന മകൻ തന്നെ എൻ്റെ നാമത്തിന് ആലയം പണിയും എന്ന് കൽപ്പിച്ചു. 10-ാമത്തെ വാക്യമാണ് പ്രധാനം. അങ്ങനെ യഹോവ താൻ അരുളി ചെയ്ത വചനം നിവർത്തിച്ചുമിരിക്കുന്നു. ദാവീദിന്റെ ആഗ്രഹം നല്ലതായിരുന്നു. അതിനുവേണ്ടി തനിക്ക് ചെയ്യാവുന്നത് മുഴുവൻ താൻ ചെയ്തു. ആലയം പണിക്ക് വേണ്ട സകല മെറ്റീരിയലും താൻ കൈക്കൂട്ടി. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു, അടുത്തൊരു തലമുറ വരുന്നുണ്ട്, അടുത്തൊരു തലമുറ വരുന്നുണ്ട്. ദർശനം അവനുമായിട്ട് പങ്കുവെക്കുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവനുമായിട്ട് പങ്കുവെക്കുക. അടുത്തൊരു തലമുറ ആലയം പണിയുവാൻ വേണ്ടി എഴുന്നേൽക്കും. ശലോമോൻ ആലയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പറയാണ്, അങ്ങനെ യഹോവ താൻ അരുളി ചെയ്ത വചനം ഇന്ന് നിവർത്തിച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, പല നമ്മുടെ ആഗ്രഹങ്ങളും ദർശനങ്ങളും ചിലപ്പോൾ ചെയ്തു തീർക്കുവാൻ സാധിച്ചെന്നിരിക്കത്തില്ല. നമ്മുടെ ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്. പലതും നമ്മുടെ കാലഘട്ടം കൊണ്ട് തീർക്കുവാൻ സാധ്യമച്ചെന്നിരിക്കത്തില്ല. പക്ഷേ നമ്മിലുള്ള അഭിഷേകം, നമ്മിലുള്ള ദർശനം, നമുക്ക് ലഭിച്ചതായ വിശ്വാസം, നമുക്ക് ലഭിച്ചതായ ദൈവിക ആലോചന
അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അടുത്ത ഒരു തലമുറ എഴുന്നേൽക്കും. നമ്മെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ പോയത് അടുത്ത തലമുറ കംപ്ലീറ്റ് ചെയ്യും. വിശ്വസിക്കുന്നവർ അല്പസമയം സ്തോത്രം ചെയ്താട്ട്. നമ്മെ കൊണ്ട് കഴിയാതെ പോയത്, നമ്മുടെ ബലഹീനതയിൽ നമുക്ക് നിൽക്കുവാൻ സാധിക്കാതെ പോയത്, നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്ത ദർശനങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവം ചിലരെ നോക്കി പറയാണ്, നീ ചെയ്യാൻ കഴിയാതെ പോയത് നിന്റെ തലമുറ അത് കംപ്ലീറ്റ് ചെയ്യും. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് അല്പസമയം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ യൗവനക്കാർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരഭിഷേകം അവരിലേക്ക് ഒഴുകട്ടെ. ആ VBS റൂമിൽ അഭിഷേകം വ്യാപരിക്കട്ടെ. യൂത്തിന്റെ റൂമിൽ അഭിഷേകം വ്യാപരിക്കട്ടെ. അഭിഷേകം ഒഴുകുകയാണെങ്കിൽ അടുത്ത തലമുറ നഷ്ടപ്പെടത്തില്ല. അവരെഴുന്നേറ്റ് പണിയുവാനിടയായി തീരും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ചെയ്യുവാൻ വേണ്ടി കഴിയാതെ പോയത് അടുത്തൊരു തലമുറ അത് കംപ്ലീറ്റ് ചെയ്യും. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തികൾ അത് സംഭവിക്കുവാനിടയായി തീരും. അല്പസമയം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്പസമയം പ്രാർത്ഥിച്ചാട്ട്. അടുത്തൊരു തലമുറയെ ദൈവം ഇന്ന് പകൽക്കാലം തൊടേണ്ടതിന് പ്രാർത്ഥിച്ചാട്ട്. ഈ PCIC കോൺഫറൻസ് തീരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം സന്ദർശിക്കേണ്ടതിന്, അടുത്ത തലമുറയിലേക്ക് ദർശനം ദൈവം കൊടുക്കേണ്ടതിന് ഈ കാൽഗറി പട്ടണത്തിൽ, എഡ്മണ്ടനിൽ, ആൽബർട്ട പ്രൊവിൻസിൽ, കാനഡയിലെ എല്ലാ പട്ടണങ്ങളിലും ശക്തമായ ദൈവസഭകളുടെ പ്രവൃത്തി ആരംഭിക്കട്ടെ. ശക്തമായ ആരാധനകൾ ഉയരട്ടെ. കൂടിവരവുകൾ ഉണ്ടാകട്ടെ. വചന ശക്തമായി വ്യാപരിക്കട്ടെ. പട്ടണങ്ങളിലെ തലമുറകൾ ശക്തമായി എഴുന്നേൽക്കട്ടെ. അഭിഷേകം അതൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക്, പട്ടണങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു തലമുറയെ ദൈവം അവിടെ എഴുന്നേൽപ്പിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അമാലേക്ക് നിന്നെ നശിപ്പിക്കാൻ വേണ്ടി വന്നേക്കാം. നിന്റെ തുടക്കത്തിൽ നിന്നെ പറിച്ചു കളയുവാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം അഭിഷിക്തനോടുകൂടെ നിൽക്കുക. ഒരു വലിയ വിജയം കാണുവാനിടയായി തീരും. 2 അഭിഷിക്തന്മാർ ദൈവസന്നിധാനത്തിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷങ്ങൾ. എന്തിനു വേണ്ടിയാണ് ദൈവം അഭിഷേകം തന്നിരിക്കുന്നത്? അഭിഷേകത്തിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അഭിഷേകം നമ്മിൽ നിന്ന് ഒഴുകട്ടെ. അത് സ്റ്റാഗ്നൻ്റായി കിടക്കാതെ എന്തിനു വേണ്ടിയാണോ ദൈവം അത് തന്നത് അത് ചെയ്തെടുക്കുവാൻ അവിടെ ഇടയാക്കുമാറാകട്ടെ. പുഷ്ടി നിമിത്തം ചില നുഖങ്ങൾ ഈ രാവിലെ കാലം അവിടുന്ന് തകരുമാറാകട്ടെ. Because of the anointing oil which is on you, let all the yoke be completely broken. Let there be release in the name of Jesus. യേശുവിന്റെ നാമത്തിലുള്ള അഭിഷേകത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് അല്പസമയം കരങ്ങളെ അടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതരങ്ങളെ തുറന്ന് അല്പസമയം കർത്താവിന് മഹത്വം കരേറ്റാം. അഭിഷേകത്തിന്റെ പുഷ്ടിയാ ദുഃഖങ്ങളെ ബ്രേക്ക് ചെയ്യുന്ന, യോക്കുകളെ ബ്രേക്ക് ചെയ്യുന്ന ഇന്ന് പകൽക്കാലം ഒഴുക്കിന്റെ ഒരു വിശാലത അത് തലമുറകളിലേക്ക്, അത് പട്ടണങ്ങളിലേക്ക്. ഗ്ലോറി, 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 ഗ്ലോറി. ഒരു വലിയ ഒഴുക്കിന്റെ നാളുകളായി അവിടുന്ന് ദൈവം തീർക്കുമാറാകട്ടെ. കരങ്ങളെ അടിച്ച് അല്പസമയം എല്ലാവർക്കും സ്തോത്രം ചെയ്യാം. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഒഴുകുന്ന ഈ തലമുറയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ പോയത്, ദൈവം തന്ന ദർശനം പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് ഇന്ന് പകൽക്കാലം അടുത്ത തലമുറ അത് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ആമേൻ, ഹല്ലേലൂയ. ഇവർ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാരാകുന്നു. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മിലുള്ള അഭിഷേകം തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒഴുകുവാൻ, തലമുറകളിലേക്ക് ഒഴുകുവാൻ, പട്ടണങ്ങളിലേക്ക് ഒഴുകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.